ദാഹിച്ച കാക്ക. വേനൽ ചൂടിൽ കുഞ്ഞുണ്ണി എന്ന കാക്ക ആകാശത്തിലൂടെ പറന്നു. താഴെയുള്ള ഭൂമി വരണ്ടുണങ്ങിയിരുന്നു. കുഞ്ഞുണ്ണിക്ക് ദാഹിച്ചു വലഞ്ഞു. കുഞ്ഞുണ്ണിയുടെ തൊണ്ട വരണ്ടു. അവൻ വെള്ളത്തിനായി താഴേക്കു പറന്നു നോക്കി. പക്ഷേ പുഴകളും കുളങ്ങളും വറ്റിപ്പോയിരുന്നു. വെള്ളം, വെള്ളം, അവൻ സ്വയം പറഞ്ഞു. അവന്റെ ചിറകുകൾ തളർന്നു തുടങ്ങിയപ്പോൾ അവൻ അത് കണ്ടു. ഒരു പഴയ വീടിന്റെ അടുത്തായി ഒരു വലിയ മൺകുടം. പ്രതീക്ഷയോടെ അവൻ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അതിനടുത്തേക്ക് പറന്നു. അവൻ കുടത്തിന്റെ വക്കിലിരുന്നു. ഉള്ളിലേക്ക് നോക്കി. അതിൽ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ താഴെയായിരുന്നു. കഴുത്ത് എത്ര നീട്ടിയിട്ടും അവന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം കുഞ്ഞുണ്ണിക്ക് സങ്കടം തോന്നി. പക്ഷേ അവനൊരു ധീരനായ കാക്കയായിരുന്നു. ധീരന്മാർ തോൽവി സമ്മതിക്കില്ല. അവൻ ചുറ്റും നോക്കി ഒരു പരിഹാരത്തിനായി ആലോചിച്ചു. വീടിന്റെ മതിലിനരികിൽ വെയിലുകൊണ്ട് ചൂടായ ചെറിയ ഉരുളൻ കല്ലുകൾ അവൻ കണ്ടു. അവന്റെ തലയിൽ ഒരു നല്ല ആശയം മിന്നി. അത് അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും വിജയിക്കുമെന്ന് അവന് തോന്നി. അവൻ ഒരു ചെറിയ കല്ല് കൊക്കിലെടുത്തു. അവൻ വിചാരിച്ചതിലും ഭാരമുണ്ടായിരുന്നു അതിന്. അവൻ കുടത്തിനടുത്തേക്ക് പറന്ന് കല്ലതിലിട്ടു. പ്ലിങ്ക്. അവൻ കല്ലുകൾ ഓരോന്നായി കുടത്തിലിട്ടു. പ്ലിങ്ക്, പ്ലോങ്ക്, പ്ലിങ്ക്. ഓരോ കല്ല് വീഴുമ്പോഴും വെള്ളം അല്പം ഉയർന്നു. അവൻ ക്ഷീണിച്ചെങ്കിലും ആ ജോലി നിർത്തിയില്ല. ഒടുവിൽ ഒരുപാട് കല്ലുകൾ ഇട്ടതിനുശേഷം വെള്ളം മുകളിലെത്തി. കുഞ്ഞുണ്ണിക്കൊക്ക് വെള്ളത്തിൽ മുക്കി ആവോളം കുടിച്ചു. അതായിരുന്നു ലോകത്തിലെ ഏറ്റവും രുചിയുള്ള വെള്ളം. ദാഹം മാറി സന്തോഷത്തോടെ ധീരനായ കുഞ്ഞുണ്ണി കാക്കച്ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് ഒരു പാട്ടും പാടി പുതിയ സാഹസങ്ങൾക്കായി പറന്നുപോയി.